BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവറിൽ ഈ ആഴ്ച നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത് അഴീക്കോട് MLA KV സുമേഷ് ആണ്. അഴീക്കോട് മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷം നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ അത് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടിയാണ് KV സുമേഷ് പൊതുജന സമൂഹം അവതരിപ്പിക്കുന്നത്. എന്തൊക്കെ മാറ്റങ്ങൾ ആ മണ്ഡലത്തിൽ വന്നു, ഇനി എന്തൊക്കെ ആ മണ്ഡലത്തിൽ വരാനിരിക്കുന്നു. അന്താരാഷ്ട്ര തുറമുഖം ഒരു സ്വപ്ന പദ്ധതിയാണ് അഴീക്കോടിന്റെ, അതും യാഥാർത്ഥ്യമാകും എന്ന് പറയുകയാണ് KV സുമേഷ്. ചിറക്കൽ മേഖലയിൽ ചിറക്കൽ അനുബന്ധമായിട്ടുള്ള അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഭയങ്കരമായിട്ട് ആ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവ രീതി തന്നെ മാറി. സ്കൂളുകൾ, ആശുപത്രി തുടങ്ങി എനിക്ക് വളരെ സംതൃപ്തി തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, വ്യക്തിപരമായിട്ടൊക്കെ നമ്മുടെ ഈ ഗതാഗതക്കുരുക്ക് പൊതുവിൽ 2-2.5-3 മണിക്കൂർ രാവിലെയും വൈകുന്നേരവും ആളുകൾ ശാപത്തോടെ കണ്ടിരുന്ന ഒരു പാതയെ ഒരു 90% പ്രശ്നം പരിഹരിക്കാൻ കഴിഞ്ഞു. അത് 1 രൂപ ചെലവ് വേറെ ആർക്കുമില്ല. ഗവൺമെൻറ്റിൻ്റെ പദ്ധതി നമുക്കതിന് പ്രത്യേകിച്ച് ചെയ്യേണ്ടി വന്നില്ല. എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം ഉണ്ടാക്കിയെന്നുള്ള അവകാശവും അതൊന്നുമില്ല. നമ്മൾ ഫോക്കസ് ചെയ്ത, പ്രധാനമായി ശ്രദ്ധയിൽ വന്ന കാര്യങ്ങളെല്ലാം പരമാവധായിട്ട് നമുക്ക് ഏറ്റെടുക്കാനും ചെയ്യാനും കഴിഞ്ഞു എന്നുള്ള ഒരു സംതൃപ്തി 5 വർഷക്കാലം പൂർത്തിയാകുമ്പോഴുണ്ട്. ചെങ്ങളായിക്കാരനായ താൻ ഇപ്പോൾ തനി അഴീക്കോടുകാരനാണ് എന്ന് പറയുകയാണ് KV സുമേഷ്. എങ്ങനെയാണ് താൻ അഴീക്കോടിൻ്റെ സ്വന്തമായത്? ആ കാര്യങ്ങളൊക്കെ തന്നെ ഈ അഭിമുഖത്തിൽ KV സുമേഷ് വ്യക്തമാക്കുന്നുണ്ട്. അഴീക്കോടിന്റെ വികസനത്തിന്, സംവാദത്തിന് തയ്യാറാണ്. എന്നാൽ തനിക്കെതിരെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വ്യക്തിഹത്യ നടത്താനുള്ള ശ്രമമാണ് BJPയും UDFും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന പരാതി കൂടിയുണ്ട് KV സുമേഷിന്. ഈ കാര്യങ്ങളൊക്കെ തന്നെ വിശദമായി ഈ അഭിമുഖത്തിൽ KV സുമേഷ് MLA വിശദീകരിക്കുന്നുണ്ട്. ജയിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങൾ എന്നിലൊരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ട്. ആ അർപ്പിച്ച വിശ്വാസത്തോട് അവരോട് നീതി പുലർത്തണം. ആ നീതി പുലർത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ താമസിച്ചേ ചെയ്യാൻ പറ്റൂ എന്ന ഒരു തലത്തിലേക്ക് എല്ലാ കാലം MLA ആയിരിക്കുമല്ലോ. MLA ആയാലും അല്ലെങ്കിൽ ഇവിടെ താമസിക്കാന്നുള്ളൊരു ഈ പ്രദേശത്തോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ കൂടി ഭാഗമാണ്. തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളെ അന്വേഷിച്ച് കൂടി നടക്കുക, അല്ലെങ്കിൽ അയാളെ കാണാതിരിക്കുക എന്നൊരു ഇതുണ്ടാവരുത്. നമ്മളെപ്പോഴും അവർക്ക് ആക്സസിബിൾ ആവണം. ഇത് വളരെ ചെറിയ പ്രദേശമാണ്, പോപ്പുലേഷൻ വളരെ കൂടുതലുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 20-25 മിനിറ്റ് കൊണ്ട് നമുക്ക് ഏത് സ്ഥലത്തും എത്തിപ്പെടാൻ പറ്റും. അതുകൊണ്ട് എന്നെ വിളിച്ചല്ലേ, എന്തുകൊണ്ടാണ് അങ്ങനെ പരിഹസിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഞാനതിൽ വേറൊന്നും കാണുന്നില്ല. അത് ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ ജനപ്രതിയായിട്ട് നിൽക്കുമ്പോൾ വികസന കാര്യങ്ങൾ മാത്രം ചെയ്യാന്നുള്ളതല്ലല്ലോ. ആ പ്രദേശത്തെ ജനങ്ങൾ, ആ പ്രദേശത്തെ ആളുകൾ അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുക എന്നത് ഒരു ഉത്തരവാദിത്തമാണ് രാഷ്ട്രീയ പ്രവർത്തകൻ്റെ, അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ്റെ, ജനപ്രതിനിധിയുടെ ചുമതലയായിട്ടാണ് ഞാൻ കാണുന്നത്. ആ ചുമതല ഞാൻ നിർവഹിക്കുന്നുണ്ട്. അതിന് എന്ത് പേരിട്ട് വിളിച്ച് കളിയാക്കിയാലും എനിക്കതിൽ പ്രശ്നമില്ല. KV സുമേഷ് MLAയുമായുള്ള BMH കണ്ണൂർ വിഷൻ ക്വസ്റ്റ്യൻ അവർ ഞായറാഴ്ച രാത്രി 9 മണിക്ക് കണ്ണൂർ വിഷനിൽ. മറക്കാതെ കാണുക ക്വസ്റ്റ്യൻ അവർ.